വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അയക്കപ്പെട്ടവരുടെ കൂട്ടത്തെ നമ്മൾ പല ഭാഗത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തലമുറയുടെ ഭാവിക്ക് വേണ്ടി ചിലരെ അയച്ചിട്ടുണ്ട്. ഇസഹാക്കിന്റെ ഭാവിക്ക് വേണ്ടി അബ്രഹാം ചിലരെ അയക്കുവാൻ ഇടയായി. പ്രത്യേക ചില ഉദ്ദേശത്തോടെ ചിലരെ ദൈവം അയച്ചിട്ടുണ്ട്. എങ്ങനെ? തൈലക്കൊമ്പെടുത്തുകൊണ്ട്, അഭിഷേക പാത്രത്തിൽ തൈലം നിറച്ചുകൊണ്ട് ചിലരെ പ്രവാചകന്മാരായി, ചിലരെ രാജാക്കന്മാരായി, ചിലരെ അഭിഷേകം ചെയ്യാൻ ദൈവം ചിലരെ അയച്ചിട്ടുണ്ട്. ഇസ്രായേലിന് രണ്ടാമതായി ഒരു രാജാവിനെ വേണം. ഇശായിയുടെ വീട്ടിലേക്ക് ശമൂവേലിനെ ദൈവം അയക്കുവാൻ ഇടയായി. ഒരിക്കൽ ഒരു സഹോദരി പ്രവാചകന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് വരുമ്പോ ആ സഹോദരിയുടെ അടുക്കൽ പ്രവാചക ശിഷ്യനെ പ്രവാചകൻ അയച്ചതായി നമ്മൾ കാണുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് കെട്ടപ്പെട്ട ഒരു കഴുതയെ അഴിച്ചു കൊണ്ടുവരാൻ ആമേൻ ചിലരെ കർത്താവ് പറഞ്ഞയച്ചു. വീണ്ടും നമ്മൾ കാണുന്നു പെസക ഒരുക്കേണ്ടതിന് ഒരുക്കപ്പെട്ട മാളിക മുറിയെ അതിനെ ഒരുക്കേണ്ടതിന് ചിലരെ കർത്താവ് അയക്കുവാൻ ഇടയായി. ദൈവം ചിലതിന് വേണ്ടി ചിലരെ അയക്കുവാൻ. ഭാവിയുടെ വാതിലുകൾ മകൾ തുറക്കാൻ പോവുകയാണ്. ശുശ്രൂഷയുടെ വാതിലുകൾ മകൾ തുറക്കാൻ പോവുകയാണ്. നിന്റെ കെട്ടുകളെ അഴിക്കുവാൻ തീരുമാനം നിന്റെ ബന്ധങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളെ തീരുമാനിച്ചു കഴിഞ്ഞു. ഏതു വിഷയത്തോടെ ഭാരപ്പെടുന്നുവോ, ഏതു വിഷയത്തോടെ മകൾ വ്യാകുലപ്പെട്ടിരിക്കുന്നുവോ, ആ വിഷയത്തിന്റെ പേരിൽ ദൈവത്താൽ അയക്കപ്പെട്ട ചെലവ് യേശുവിന്റെ നാമത്തിൽ ചില ഭാവികളെ ഒരുക്കാൻ, ചിലരെ അഭിഷേകം ചെയ്യാൻ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യാൻ, ഈ തലമുറയിൽ ചിലരെ അഭിഷേകം ചെയ്യാൻ, ചില കെട്ടുകളെ അഴിക്കാൻ, ചില ബന്ധനങ്ങളെ അഴിക്കാൻ, ഒരു മഹത്വമേറിയ ശുശ്രൂഷകർക്ക് ചില വേദികളെ ഒരുക്കാൻ എന്റെ ദൈവം തെരഞ്ഞെടുത്ത നിന്നെ അയക്കുവാൻ പോകുന്നു.